പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ നൽകിയത് എന്ന ദേവസ്വം ബോർഡ് വാദം പൊളിയുകയാണ്. നന്ദഗോവിന്ദം ഭജൻസിന് പണം നൽകിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശക് എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പുതിയ വാദം. ഇഷാൻ ദേവിന്റെ സംഗീതാവിഷ്കാരത്തിന് 8 ലക്ഷം രൂപ ചിലവായി. തുക നൽകിയതിന് വൗച്ചറോ ബാങ്ക് ഇടപാട് രേഖകളോ ഇല്ല. പ്രശാന്ത് കൃഷ്ണപുരങ്ങളുമായുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരണം ഇറക്കുകയാണ്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് എന്നത് സ്ഥിരീകരിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നത്? രതീഷ്, വലിയ പ്രതിരോധത്തിലായ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി വരുമ്പോൾ അത് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ വാർത്തകളെല്ലാം ശരിയാണ് എന്ന് സമ്മതിക്കുന്നത് തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനമായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്താത്ത നന്ദഗോവിന്ദ് ഭജൻസിന്റെ ഭജനയ്ക്ക് 8 ലക്ഷം രൂപ നൽകി എന്നതായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശം. അത് മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയപ്പോൾ അതിനെതിരായ വലിയ പ്രചരണമാണ് സർക്കാരും CPM-ഉം അതുമായി ബന്ധപ്പെട്ട സൈബർ ഹാൻഡിലുകളെല്ലാം തന്നെ നടത്തിയത്. പരസ്യ പ്രതികരണങ്ങൾ ആ വിധത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതിൽ പറയുന്നത് നന്ദഗോവിന്ദ് ഭജൻസിന്റെ പണം നൽകി എന്ന ഓഡിറ്റ് പരാമർശം സമ്മതിക്കുകയാണ്. കാരണം ഓഡിറ്റിലെ പരാമർശം പിശകെന്നാണ് പറയുന്നത്. അപ്പോൾ പിശകാണെന്ന് പറയുമ്പോൾ അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഈ പൊരുത്തക്കേടുകൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടെന്നും ദേവസ്വം ബോർഡ് പറയുകയാണ്. അപ്പോൾ നന്ദഗോവിന്ദ് ഭജൻസിന്റെ പേര് അവർക്ക് 8 ലക്ഷം രൂപ നൽകിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വാർത്താക്കുറിപ്പിലൂടെ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് പിശകാണെങ്കിൽ അത് വാർത്ത നൽകിയ മാതൃഭൂമി ന്യൂസിന്റെ പിഴവല്ല. കാരണം ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ആ പിശക് കണ്ടെത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് വളരെ ധൃതിയിൽ തിടുക്കത്തിൽ ആ റിപ്പോർട്ട് ഈ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് പരിശോധനകൾ നടത്തിയില്ല എന്ന് വിശദീകരിക്കുമ്പോഴും അത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത നൽകിയ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളുടെ പിഴവായി പറയുന്നതിൽ യുക്തിയില്ല എന്നത് തന്നെയാണ് ഈ വിശദീകരണത്തിലൂടെ വ്യക്തമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം